എന്നെ എന്തിനാ ഇങ്ങനെ ഇട്ടിരിക്കുന്നെ? എന്നെ കൊന്നതാ. ഇതൊക്കെ ഞങ്ങളായിട്ടുണ്ടാക്കിയതാണോ? എന്തിനാ ഇങ്ങനെ ഒരു കടുങ്കൈ കാണിച്ച്? എന്തായാലും ഇത് കുഴപ്പമോ പന്നി. സത്യാമ്മ വിചാരിക്കുന്ന പോലെ അല്ല, കാര്യം സീരിയസാ. ശാരികയ്ക്ക് നല്ല ചതവുകളുണ്ട്. കുറച്ചു ദിവസം എന്തായാലും കിടക്കേണ്ടി വരും. മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സ് ഒന്നും ഒറ്റ നോട്ടത്തിൽ കാണാനില്ല. വീഴ്ചയിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടി വരും. മാത്രമല്ല, സ്പൈനൽ കോഡ് ഇഞ്ചുറി വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പക്ഷാഘാതത്തിന് കാരണമായേക്കാം. എന്തായാലും ഇതിനെല്ലാം പ്രത്യേകം ടെസ്റ്റുകൾ നടത്തേണ്ടി വരും. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം. ഓക്കെ പ്രിയ, എനിക്ക് എൻ്റെ ചേച്ചി എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ തിരിച്ചു തരണം. എനിക്ക് ആ ഒരു പ്രാർത്ഥനയുള്ളൂ. ഒരു പേഷ്യന്റിനെ ഞങ്ങൾ സമീപിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയും അത് തന്നെ ശാലിനി. അവരെ നല്ല രീതിയിൽ അവരുടെ ബന്ധുക്കളെ തിരിച്ചേൽപ്പിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി ഞങ്ങളും ഈശ്വരനെ വിളിക്കാറുണ്ട് ശാലിനി. ഇവിടിപ്പോ ഈശ്വരന്റെ കടാക്ഷം ശാലിനിയുടെ ചേച്ചിക്ക് ഒരുപാട് കൂടുതലുണ്ട് ശാലിനി. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ടും ജീവൻ തിരിച്ചു കിട്ടിയത്. എനിവേ, എന്നെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിലൊക്കെ ഞാൻ ട്രീറ്റ് ചെയ്യും. ബാക്കിയെല്ലാം ഈശ്വരന്റെ അനുഗ്രഹം. ഒന്ന് വെയിറ്റ് ചെയ്യണേ. അപ്പോ ഞാൻ പോണ്ടാന്ന് തന്നെ അനിയൻ പറയുന്നേ? അതെ, മോളെ കൊണ്ട് വരട്ടെ, എന്നിട്ട് കാര്യങ്ങൾക്കൊരു തീരുമാനമാവട്ടെ. എന്ത് തീർപ്പ്? അതൊക്കെ ഞാൻ പറയാം. ആ, അവിടെ നിക്കേ. കുറച്ചു ദിവസം എന്തായാലും കിടക്കേണ്ടി വരും. 1-2 ടെസ്റ്റുകൾ കൂടി നടത്താനുണ്ടെന്നാ പറഞ്ഞേ. മോളെ, ഞങ്ങളെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടിയിട്ടാ അവൾ ഈ കടുങ്കൈ കാണിച്ചത്. അല്ലെങ്കിൽ കുഞ്ഞിനെ കൊണ്ടൊന്ന് ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് കിടത്തില്ലായിരുന്നല്ലോ. ട്രെയിനിന്റെ മുന്നേ ചാടിയത് ചാകാനൊന്നുമല്ല, ഞങ്ങളെ ഒന്ന് പേടിപ്പിക്കണം. പേടിപ്പിച്ച് അവളെയും ഈ കൊച്ചിനെയും അവന്റെ ആ രാജീവന്റെ തലയിൽ കെട്ടിവെക്കണം. എന്തിനാ കെട്ടിവെക്കുന്നത്? ശാരികേച്ചി പ്രസവിച്ച കുഞ്ഞ് രാജീവ് സാറിന്റെയും കൂടെ കുഞ്ഞ് തന്നെയാ. അതിപ്പോ നിങ്ങൾ നിഷേധിച്ചാലൊന്നും സത്യം സത്യമല്ലാതാവില്ല. അത് കളക്ടർ മാഡം പറഞ്ഞാ പോരല്ലോ. പിന്നെ നിങ്ങൾ എന്താ പറയുന്നത്? ഈ കൊച്ചു ജാരസന്ധതയാണെന്നോ? ഇയാൾ ആരാ? താൻ ആരാടോ? ഞാൻ ആരും ആയിക്കോട്ടെ, കാര്യം അറിയാതെ പോക്കരുതരം പറയരുത്. അതെ, എന്റെ മകൻ അവളോടൊപ്പം ജീവിക്കുമ്പോഴേ ഇങ്ങനെ ഒരു കുഞ്ഞിന്റെ സൂചന പോലും എനിക്ക് കിട്ടിയിരുന്നില്ല. പ്രഗ്നന്റ് ആണെന്ന കാര്യം അവനും അതേക്കുറിച്ചൊന്നും അറിയാനും പാടില്ല. അപ്പൊ പിന്നെ ദിവ്യഗർഭം വരാൻ ഇത് പുരാണ കഥയൊന്നും അല്ലല്ലോ, ജീവിതമല്ലേ. ശാലിനി, ഇവരോട് ഇങ്ങനെ സംസാരിച്ച് നിന്നിട്ടൊന്നും കാര്യമില്ല. നിയമത്തിന്റെ വഴിയെ പോവുക, അതായിരിക്കും നല്ലത്. എങ്കിൽ നീ കൊണ്ടുപോയി കേസ് കൊടുക്കടാ. കൊച്ചിന്റെ അച്ഛൻ ആരാണെന്നേ അവര് കണ്ടുപിടിക്കട്ടെ. അതിന് വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല. സത്യം മനസ്സിലാക്കി കഴിയുമ്പോ കൊച്ചിന്റെ അച്ഛന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. വിദേശത്തെ പണി മതിയാക്കി നാട്ടിലേക്കൊന്ന് വരേണ്ടി വരും. വന്നിട്ട് എവിടെ താമസിക്കണോന്ന് കോടതി തീരുമാനിക്കും. അത് മകൻ കേൾക്കേണ്ടിയും വരും. കളക്ടർ എന്താ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുക? ഭീഷണിപ്പെടുത്തേണ്ടടുത്ത് ഭീഷണിപ്പെടുത്താതെ തരവില്ലല്ലോ. എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, ഞങ്ങള് ഞങ്ങളുടെ വഴി നോക്കിക്കോളാം. വിജയലക്ഷ്മി, എന്തായാലും നമ്മൾ വന്ന കാര്യം കഴിഞ്ഞു, നമുക്ക് പോവാം. ഇനി ഇവിടെ കൂടുതൽ നിന്നാലേ ക്ഷമ കെട്ട് ഞാൻ എന്താ പ്രവർത്തിക്കാന്ന് പറയാൻ പറ്റില്ല. മേലിൽ
ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് അങ്ങോട്ട് വന്നേക്കരുത്. ആ വാ വിജയലക്ഷ്മി. ആ. പറഞ്ഞു കേട്ടല്ലോ, അങ്ങോട്ട് വന്നു പോവരുത്. ഇവരിൽ നിന്ന് ഞാനിതൊക്കെ പ്രതീക്ഷിച്ചതാ. പക്ഷേ ഞാൻ വെറുതെ വിടില്ല രണ്ടിനെ. പേഷ്യന്റിന് ബോധം വന്നിട്ടുണ്ടേ, വേണമെങ്കിൽ ഇറക്ക് കയറി കാണാം. ശിവ, ആ ആ ഹോ, അങ്ങനെ ആ മരണം അങ്ങ് ഒഴിഞ്ഞു. ഇനിയിപ്പോ നമ്മള് എങ്ങനാ പോവാ? വണ്ടിയല്ലേ കിടക്കുന്നേ? ഇതോ? ആ ആ അങ്ങോട്ട് കേറ്. ഓ വാവൂ വാവൂ വാവൂ. ചേച്ചി, എന്നെ എന്തിനാ ഇങ്ങനെ ഇട്ടിരിക്കുന്നെ? എന്നെ ഒന്ന് കൊന്നതാ. ഇതൊക്കെ ഞങ്ങളായിട്ടുണ്ടാക്കിയതാണോ? എന്തിനാ ഇങ്ങനെ ഒരു കടും കൈ കാണിച്ച്? ആരെ തോൽപ്പിക്കാനാ? എന്നിട്ടിപ്പോ തോറ്റതാരാ? എന്നെ ഒന്ന് മരിക്കാൻ പോലും ഈശ്വര സമ്മതിച്ചില്ലല്ലോ. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലൊക്കെ നടത്താനായിരുന്നെങ്കിൽ ഇവിടെ ഇപ്പൊ എന്തൊക്കെ നടക്കുമായിരുന്നു? ചേച്ചി, ആ കുഞ്ഞിനെ ആരെ ഏൽപ്പിച്ചിട്ടാ മരിക്കാൻ പോയെ? മോളുടെ അവകാശം ആർക്കാണോ അവരെയാ ഞാൻ ഏൽപ്പിച്ചത്. അവരാ മോളെ അംഗീകരിക്കുന്ന ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? ശാരി ചേച്ചി അവർ അംഗീകരിച്ചിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാ ചേച്ചിയുടെ മോളെ അവർ അംഗീകരിക്കുന്നത്? കഷ്ടം. ആളുകളെ മനസ്സിലാക്കാൻ പോലും എന്റെ ചേച്ചിക്ക് പറ്റുന്നില്ല. ഞാൻ മോളെ ഏൽപ്പിച്ചത് അവളുടെ അച്ഛന്റെ വീട്ടില്. എന്നിട്ട് അച്ഛൻ എവിടെ? മോളുടെ വളർച്ചയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും രീതിയിലുള്ള ഒരു അന്വേഷണം, സ്നേഹത്തോടെയുള്ള ഒരു വിശേഷം തിരക്കൽ, എന്തെങ്കിലും ഒന്ന് ഈ പറയുന്ന അച്ഛന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? എന്നിട്ടും ആ കുഞ്ഞിനെ ആ മുറ്റത്ത് തന്നെ കൊണ്ടുപോയി കിടത്താൻ ചേച്ചിക്ക് എങ്ങനെ തോന്നി?